പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് പറയുന്ന പോലെയാണ് ഇറാന്റെ ചില നിലപാടുകൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിവരം പുറത്തുവരികയുണ്ടായി. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറാനിൽ നിന്നും കാര്യമായ ആക്രമണം 4-ാം ദിവസം രാത്രിയിൽ ഇസ്രയേലിന് നേരെ ഉണ്ടായില്ല എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത്തരത്തിലുള്ളൊരു വാർത്ത വരുന്നത്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തത് കൊണ്ടാണ് അത് എന്നും, മറ്റൊന്ന് നീക്കിയിരിപ്പ് എന്ന നിലയിൽ ഇറാന്റെ കയ്യിലുള്ള മിസൈലുകൾ ഏറെക്കുറെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീക്കിയിരിപ്പ് എന്ന നിലയിൽ അവർ വളരെ മിസൈൽ തൊടുത്തുവിടുന്നത് വളരെ പരിമിതപ്പെടുത്തി എന്നതും, ഇറാന് ഇനി മിസൈലുകൾ വലിയ തോതിൽ ഇസ്രയേലിലേക്ക് അയക്കാൻ കഴിയില്ല എന്നും, കഴിഞ്ഞ ദിവസം തന്നെ അയച്ച മിസൈലുകളെല്ലാം തന്നെ ഇസ്രയേൽ തകർത്തു എന്നുമൊക്കെയായിരുന്നു ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണ വാർത്ത. ഈ വാർത്ത പല അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരും ഏറ്റെടുക്കുകയും നമ്മുടെ കേരളത്തിലൊക്കെയുള്ള സൈബർ വിദഗ്ധന്മാരും യുദ്ധ വിദഗ്ധന്മാരും ഇറാൻ വിമർശകരുമൊക്കെ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയുണ്ടായി. ഒരു യുദ്ധമാകുമ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഇസ്രയേലിൻ്റെ ഈ നിരീക്ഷണത്തെ മാധ്യമങ്ങളെല്ലാം വാർത്തയാക്കുമ്പോൾ ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഇസ്രയേൽ ഇപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തെ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഇറാനെ ഇപ്പോഴും ഇസ്രയേൽ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതുമാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിയണം, ഞങ്ങളിവിടെ ആക്രമണം നടത്താൻ പോവുകയാണ് എന്ന ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് കാണുകയുണ്ടായി. എന്നാൽ ഇറാൻ എവിടെ കിടക്കുന്നു, ഇസ്രയേൽ എങ്ങനെ കിടക്കുന്നു എന്നത് ആദ്യമൊന്ന് ഇസ്രയേൽ പരിശോധിക്കണം. ലോകത്തിലെ വലിയ ഭൂപ്രദേശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലുള്ള രാജ്യമാണ് ഇറാൻ എന്നോർക്കണം. ഇസ്രയേൽ ദിവസങ്ങളെടുക്കും ആ രാജ്യത്തെ ജനങ്ങളെ ഒഴിപ്പിച്ച് ആക്രമിക്കാൻ തീരുമാനിച്ചാൽ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഗസയെ പോലെയാണ് ഇറാനും എന്ന് ഇസ്രയേൽ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ വലിയ പിശകായിട്ട് തന്നെ ഇസ്രയേലിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു കാര്യം, ഇസ്രയേലിലേക്ക് ഇറാൻ വലിയ തോതിൽ മിസൈലുകളൊന്നും അയക്കാൻ സാധിക്കുന്നില്ല എന്ന നിരീക്ഷണമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 4 ദിവസങ്ങളിലായി 450ഓളം മിസൈലുകൾ മാത്രമാണ് ഇവർ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചത് എന്നാണ്. ഇറാന്റെ കയ്യിൽ എത്ര മിസൈലുകൾ ഉണ്ട് എന്നതിൻ്റെ ഒരു കണക്കും ലോകത്തിനില്ല എന്നതാണ് ആ രാജ്യത്തിൻ്റെ പ്രഹരശേഷിയെ നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് യുദ്ധവിദഗ്ധന്മാരെല്ലാം അഭിപ്രായപ്പെടാൻ കാരണം. സ്വാഭാവികമായും നമ്മൾ ആലോചിക്കുക, ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ 450ഉം 4500ഉം ആയുധങ്ങൾ മാത്രമായിരിക്കുമോ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഇറാനെ പോലെ ഒരു രാഷ്ട്രം, അവർക്ക് വ്യോമ ആക്രമണം മേഖലയിൽ ആധുനിക യുദ്ധവിമാനങ്ങളില്ല. വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ അവകാശങ്ങൾ അവകാശപ്പെടാനില്ല. അവർക്ക് അവകാശപ്പെടാനുള്ളത് ഡ്രോൺ ആക്രമണങ്ങളിലും മിസൈലുകളിലും ഞങ്ങൾ നമ്പർ 1 ആണ് എന്ന് പറയാനാണ്. അത് ആ തരത്തിലേക്ക് ഇറാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് റഷ്യക്ക് പോലും ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഡ്രോണുകൾ നൽകാൻ ഇറാന് സാധിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രൊഡക്റ്റ് അവർ വികസിപ്പിക്കുകയും അതുവഴി അവർ ആധിപത്യം പുലർത്തുകയും ചെയ്യും. അവിടെയാണ് ഒരു 450 മിസൈലുകൾ മാത്രം ഇസ്രയേലിലേക്ക് ഇറാൻ അയക്കുമ്പോൾ ഇറാന്റെ ആയുധപ്പുരയിൽ എണ്ണം കുറഞ്ഞു എന്നും, ഇറാൻ അസ്ഥിരമാകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇനി ആക്രമിക്കാൻ കഴിയില്ല എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആക്രമണം പെട്ടെന്ന് തന്നെ ഇസ്രയേൽ ഇറാനെതിരെ നടത്തിയത്? ആണവ രാജ്യമായി ഇറാൻ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു എന്ന ദുരൂഹതകൾ സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ ദുരൂഹതകൾ ഇസ്രയേലിനെ പേടിപ്പെടുത്തിയതോ ഒക്കെ ആയിരിക്കാം ഈ ഒരു ആക്രമണത്തെ വളരെ പെട്ടെന്ന് ഇസ്രയേൽ ഇറാനെതിരെ നടത്താനുള്ള കാരണങ്ങളിൽ ഒന്നതാണ്. ഈ ആണവശേഷി കൂടി ഇറാൻ കൈവരിച്ചാലുള്ള അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈ അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യത്തിൻ്റെ മിസൈലുകൾ അവർക്ക് അയക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ തങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ആക്രമണം കഴിഞ്ഞ ദിവസം കുറഞ്ഞത് എന്ന നിരീക്ഷണം വെറും ബാലിശമാണ്. മുകളിൽ പറഞ്ഞ പോലെ ഇറാനെ വേണ്ട പോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. കരുത്തനായ ശത്രു മിതമായി പെരുമാറുന്നുവെങ്കിൽ അവനെ സൂക്ഷിക്കുക തന്നെ വേണമെന്നത് യുദ്ധതന്ത്രങ്ങളിൽ പൊതുവെ പറയപ്പെടുന്ന ഒന്നാണ്. ഉദാഹരണം, ഇന്ത്യയെയും പാകിസ്ഥാനെയും തന്നെ എടുക്കാം. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തും. ഭീകരപ്രവർത്തനങ്ങളും പതിവ് പോലെ നടത്തും. എന്നാൽ അതുപോലെ ഇന്ത്യ പാകിസ്ഥാനോട് ഒരിക്കലും പെരുമാറാറില്ല. എന്നാൽ ആവശ്യം വരുന്ന ഘട്ടത്തിൽ, അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ അതിശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ മടിക്കാറില്ല.
ആ ഒരൊറ്റ മറുപടി മതി ശത്രുരാജ്യം ഇത്രനാൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ആകെ മറുപടിയായി അവർക്ക് പരിക്കേൽക്കാനും പ്രഹരമേൽക്കാനും. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഗാസയിൽ ഹമാസും ലെബനാനിലെ ഹിസ്ബുള്ളയും ദുർബലമായി എന്നതും അവരുടെയൊക്കെ നേതാക്കൾ കൊല്ലപ്പെട്ടതും മൂലം ഇവരെല്ലാം അവസാനിച്ചുവെന്നും ഇറാന്റെ സഖ്യകക്ഷിയായ സിറിയൻ ഭരണകൂടം തകർന്നതും ഇറാനെ ബാധിച്ചു എന്ന നിരീക്ഷണത്തിലുമൊക്കെയാണ് ഇറാനെതിരെ ഇസ്രയേൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്രമണം ആരംഭിക്കാനുള്ള കാരണമായത്. ഇത് ഇസ്രയേലിൻ്റെ എടുത്തുചാട്ടമായിരുന്നു എന്നും ആവശ്യമായ മുന്നൊരുക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്നും മികച്ച യുദ്ധതന്ത്രങ്ങൾ ഉണ്ടായില്ല എന്നുമുള്ള വിമർശനങ്ങളുമൊക്കെ വരികയാണ്. ഇറാനിൽ ആക്രമണം നടത്തിയാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലിന് ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കാണാത്തതും രൂക്ഷമായതുമായ തിരിച്ചടി ഇറാനിൽ നിന്നുണ്ടാകുമെന്നും തുടർച്ചയായി അതുണ്ടാകുമെന്നും ഇസ്രയേൽ ഒരിക്കലും കരുതിയിരുന്നില്ല. ഗാസ വിഷയത്തെ തുടർന്ന് ഇറാന്റെ തിരിച്ചടികളിൽ ജനവാസ കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിക്കാതിരുന്നതും ഇസ്രയേലിനകത്ത് ജനങ്ങൾക്ക് കാര്യമായ അപകടങ്ങൾ സംഭവിക്കാതിരുന്നതും ഇറാന്റെ പൊതു നിലപാടിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അത് കേവലം സൈനിക ആയുധശേഷിയുടെ ഒരു വെളിപ്പെടുത്തൽ മാത്രമായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ എല്ലാ കാലത്തും ഇറാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന ഇസ്രയേലിന്റെ നിരീക്ഷണം തെറ്റി എന്നതാണ് ഇസ്രയേലിൽ മരണസംഖ്യ ഉയരാൻ കാരണമായത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജനങ്ങളെ ബങ്കറുകളിൽ ഒളിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയുന്നത് കൊണ്ട് തന്നെ കൃത്യമായ മരണസംഖ്യ കുറയ്ക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നു എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആ സാഹചര്യത്തെ പോലും ആക്രമണം കടുപ്പിക്കുവാനും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും കുറക്കുവാനുമൊക്കെ കൂട്ടത്തിൽ യുദ്ധ കുറ്റത്തിൽ നിന്നും രക്ഷ നേടുവാനുമൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുമൂലം കഴിയുന്നു എന്നതിനെ അവർ പോസിറ്റീവാക്കി എടുക്കുന്നു എന്നതും നിരീക്ഷിക്കേണ്ടതാണ്. ഇറാന്റെ മിസൈൽ ശേഷിയെ പൂർണ്ണമായും തകർത്തു എന്ന് ഇസ്രയേലിന് ഒരിക്കലും പറയാൻ കഴിയില്ല. നീക്കിയിരിപ്പില്ലാതെ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ ഒരു രാജ്യവും ഒരു പോരാട്ടത്തിനും ഇറങ്ങില്ല എന്നതും നമ്മളിവിടെ ചേർത്ത് വായിക്കണം. ഇറാന്റെ ഭൂഗർഭ അറകൾ ആയുധങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണെന്ന് ഇറാൻ പലതവണ ലോകത്തിന് മുൻപിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിലെ 1/3 ഇറാൻ ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ടാവില്ല. ഖൈബർ, ഷബാബ്, ബദർ, ഇമാം, ഫജർ 3, സജ്ജിൽ എന്നിവയൊന്നും വെളിച്ചം കണ്ടിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതുവരെയുള്ള മിസൈലുകളുടെ പേരുകളിൽ ഇവയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഖുറം ഷഹർ എന്ന മിസൈൽ 3000 കിലോമീറ്ററുകളും സ്മോർഗ് 4000 മുതൽ 6000 കിലോമീറ്റർ വരെയും സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് എന്നോർക്കണം. ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ള ദൂരം കേവലം 1700 കിലോമീറ്റർ മാത്രമാണ് എന്നതും നമ്മൾ ഓർക്കണം. ഇത്തരം ആയുധങ്ങളെല്ലാം മിസൈൽ വേദ വാഹനങ്ങളിൽ നിന്നും ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിടുന്നവയാണ്. നിലയങ്ങൾ തകർത്തു എന്നതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിനു മേലും മേൽപ്പറഞ്ഞ പോലെ അവർ അസ്ഥിരമായി എന്ന നിരീക്ഷണം മുന്നോട്ട് വെക്കാൻ കഴിയില്ല. Waytonikah.com, the exclusive Muslim matrimonial site.